പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിയ ദാസിനെ അനുവദിച്ചു ഓർത്ത് നന്ദി സ്തുതിയും സമയുന്നു. യേശുവിൻ്റെ നന്ദി സ്തുതിയും സമയുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, 2030 ജൂലൈ 1 മുതൽ ഈ ലോകത്ത് എന്തു സംഭവിക്കുന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം കേട്ടു. ആ കാലഘട്ടം മുതൽ 2030 കാലഘട്ടം 2027 എന്ത് സംഭവിക്കുന്നു? 27 എന്ന് പറയുമ്പോൾ അടുത്ത വർഷമാണ്. 26 2 മാസം പോയി കഴിഞ്ഞു. നമ്മുടെ മുമ്പിലേക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ രണ്ടാം വരവിൻ്റെ ഭൗതിക ഒരുക്കവും ആത്മീയ ഒരുക്കവും ആത്മീയ തകർച്ചയും ഭൗതിക തകർച്ചയും എല്ലാം നാം കാണുകയാണ്. നമ്മുടെ മുമ്പിലേക്ക് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മഹത്വീകരണം, അതിൻ്റെ പ്രത്യക്ഷീകരണം, അതിൻ്റെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, സഭയിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, കുടുംബത്തിലുണ്ടാകുന്ന തകർച്ചകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധസന്നാഹങ്ങൾ എല്ലാം നാം കാണുകയാണ്. ഈ 2027 മുതൽ 2030 വരുമ്പോഴത്തേനും 3.5 വർഷം പൂർത്തിയാവും. ആദ്യത്തെ ഒരു 3.5 വർഷം 27 മുതൽ 30 ജൂൺ 30 വരെയുള്ള ആ കാലഘട്ടത്തിൽ നടക്കുന്ന ജെറുസലേം ദേവാലയത്തിലെ ആരാധനയും ലോകത്തിലെ മൊത്തമായിട്ടുള്ള ആരാധനയും അതോടനുബന്ധിച്ച് നടക്കുന്ന ആഗോള യുദ്ധത്തെക്കുറിച്ചും നാം കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. അതിനുശേഷം 30 മുതൽ മേലേക്ക് 31, 32, 33 മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ ഈ ഭൂതലത്തിൽ എന്ത് സംഭവിക്കും, എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചന പത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കണ്ടത്. അതായത് വെളിപാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3-4 മുതലുള്ള വചനങ്ങൾ. അതായത് ഇനി ഒരു വിരൽ ചൂണ്ടാൻ നമുക്ക് സാധിക്കില്ല, ഒരു വിരൽ മാത്രമായിട്ട് ചൂണ്ടാൻ പറ്റില്ല. 5 വിരൽ ചൂണ്ടി 5 വർഷം കടന്നു പോകുമ്പോൾ പിന്നെ 2 വിരലും കൂടെ ഒരുമിച്ച് ഒരു കാലഘട്ടത്തെ അർത്ഥമാക്കി നമ്മൾ ചൂണ്ടേണ്ടി വരും. കാരണം 31, 32 എന്ന് പറഞ്ഞ് ചൂണ്ടുമ്പോൾ അതിനകത്ത് 1, 2 മുദ്രകൾ, അല്ലെങ്കിൽ 1, 2, 3, 4 കാഹളങ്ങൾ, അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ മറ്റു പാത്രങ്ങൾ എല്ലാം ഏറ്റവും കൂടുതൽ ലോകത്തിൽ നിബന്ധിക്കുന്ന കാലഘട്ടമാണ് 30 മുതൽ ജൂലൈ 1 മുതലുള്ള 1890 എന്ന സംഖ്യയുടെ തുടക്കം മുതൽ ഉള്ള പിന്നീടുള്ള 3.5 വർഷം. ആ 3.5 വർഷത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടു. ആ ആദ്യത്തെ ഭാഗത്താണ് ദാനിയേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ആ സംഭവങ്ങളെ നമ്മൾ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത്. എന്നാൽ അവിടെ ക്രോധത്തിൻ്റെ പാത്രത്തിൻ്റെ 4ാമത്തെ പാത്രം, ക്രോധത്തിൻ്റെ 4ാം പാത്രം, വെളിപാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം 8-ാം തിരുവചനം. 4അവൻ തൻ്റെ പാത്രം സൂര്യനിലേക്ക് ഒഴിച്ചു. അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു. അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തിരിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു. അവർ അനുദപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ 4ാമത്തെ പാത്രം ക്രോധത്തിൻ്റെ പാത്രം ദൂതൻ സൂര്യൻ്റെ മേലൊഴിച്ചു എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ചൂട് അത്യുഷ്ണമായിട്ട് അത്യധികമായിട്ട് വർദ്ധിച്ചു എന്നാണ് ഇവിടെ കർത്താവ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ശാസ്ത്രീയ നാമം വേണ്ടേ നമുക്ക്? സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൂര്യൻ്റെ ചൂട് പകൽ 12 മണിക്ക്, പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉഷ്ണമുണ്ടാക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടം 2031 മുതൽ 30 മുതൽ ശേഷമുള്ള കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ദൂതൻ തൻ്റെ പാത്രം അങ്ങോട്ട് ഒഴിച്ചു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ വശം നമ്മൾ മനസ്സിലാക്കണം. അതായത് ആ കാലഘട്ടങ്ങളിൽ ബഹിരാകാശത്തും ശൂന്യാകാശത്തും സൂര്യൻ്റെ കുറച്ച് താഴെയുള്ള ഭൗമ അന്തരീക്ഷ മേഖലകളിലൊക്കെ ആണവ സ്ഫോടനം നടക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആണവ സ്ഫോടനത്തിൻ്റെ ആ അമിതമായ ചൂട് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാനോ താങ്ങാനോ കഴിയുകയില്ല. അവിടെ കർത്താവ് വന്നിരിക്കുകയാണ്, ദൂതനെ കൊണ്ട് അത് ഒഴിപ്പിക്കും. അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു. അഗ്നി എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്ന മിന്നൽപ്പിണര് പോലെയുള്ള ചൂട്, മിന്നൽപ്പിണരിൻ്റെ പോലുള്ള അഗ്നി. ഒരു മനുഷ്യൻ ഭൂമിയിലെ ചൂടിന് അല്ലെങ്കിൽ ഭൂമിയിലെ തീക്ക് പറയുന്ന പേരാണ് തീയ്. വിവിധ തീയ്, ചിരട്ട കൊണ്ടുള്ള ചിരട്ടക്കരി കൊണ്ട് കത്തുമ്പോഴുള്ള തീയ്, വിറക് കത്തുമ്പോഴുള്ള തീയ്, ഗ്യാസ് കത്തുമ്പോഴുള്ള തീയ്, കൽക്കരി കത്തുമ്പോഴുള്ള തീയ്, ഇതിനെല്ലാം നമ്മൾ മനുഷ്യന്മാർ തീയെത്തിയെന്നും. എന്നാൽ അഗ്നി എന്നുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ചൂടിൻ്റെ ഏറ്റവും ഉന്നത അവസ്ഥയുള്ള അവസ്ഥയാണ്. അതിൻ്റെ പ്ലാസ്മ അവസ്ഥ എന്ന് ശാസ്ത്രീയമായിട്ട് പറയാം. ഇടിമിന്നലിൻ്റെ അവസ്ഥ, അതിനകത്തെ അഗ്നി എന്ന് പറയാം. അതൊക്കെ അഗ്നിയാണ്. ഒറ്റ സെക്കൻഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആ അഗ്നിയുടെ ചൂട് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്. അവർ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തു മരിച്ചു എന്നാണ്.
മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു. ഈ മഹാമാരികളെ ദൈവം അനുവദിക്കുകയാണ്. കാരണം ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യന് അനുദപിക്കാനും പശ്ചാത്തപിക്കാനും വലിയ രൂപാന്തരണത്തിലേക്കും വലിയ പശ്ചാത്താപവും അനുതാപവും കൊണ്ട് മനുഷ്യൻ തിന്മയിൽ നിന്ന് പിന്മാറി നന്മയിലേക്ക് മാറുന്നതിനും എൻ്റെ ലോകത്തിൻ്റെ എല്ലാ വ്യക്തികൾക്കും, എല്ലാ രാഷ്ട്രങ്ങൾക്കും, എല്ലാ തത്വശാസ്ത്രങ്ങൾക്കും, സഭയ്ക്കും, ലോകത്തിനും മുഴുവനും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ സ്നേഹിക്കുന്നതിനും, പ്രത്യേകിച്ച് ക്രിസ്തു ആരാണ് ക്രിസ്തു എന്നൊക്കെ ലോകത്തിലെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ആരാധിക്കാനും യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധി പ്രാപിക്കാനുള്ളൊരു അവസരം ദൈവം ഒരുക്കി കൊടുക്കുന്നതാണ് ഈ കാലഘട്ടങ്ങൾ, ഈ സനാതന സുവിശേഷ പ്രഘോഷണ കാലഘട്ടങ്ങൾ, പ്രത്യേകിച്ചും ഈ 2027 മുമ്പുള്ള കാലഘട്ടം. ഈ 27 മുതൽ മനുഷ്യൻ്റെ ഒരു പ്രപഞ്ചത്തിൻ്റെ ഘടന മാറാൻ പോവുകയാണ്. പ്രത്യേകിച്ച് 2030 ശേഷമുള്ള കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു. 4-ാമത്തെ പാത്രം സൂര്യനിലേക്ക് ഒഴിച്ചപ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് 2031-32 കാലഘട്ടങ്ങൾ വരുമ്പോൾ ഭൂമിക്ക് ചൂട് താങ്ങാൻ പറ്റാതെ വരും എന്ന് കർത്താവ് പറയാണ്. അത്യുഷ്ണ മനുഷ്യൻ എന്ന് വിളിച്ചു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അപ്പോൾ അവർ ദുഷിച്ചു. ഈ വലിയ തിന്മ മനുഷ്യൻ ലോകത്ത് ചെയ്തിട്ട് പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം വരുമ്പോൾ വീണ്ടും മനുഷ്യൻ ദൈവത്തെ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ സ്നേഹിക്കുകയോ ആരാധിക്കുകയോ തങ്ങൾ ചെയ്ത തിന്മയ്ക്ക് മാപ്പ് തരണമെന്ന് പറയുക അല്ല ചെയ്തതെന്ന് ഈ 4-ാമത്തെ ദൂതൻ സൂര്യനിലേക്ക് തൻ്റെ ക്രോധത്തിൻ്റെ പാത്രം ഒഴിച്ചപ്പോൾ മനുഷ്യൻ വീണ്ടും വിശുദ്ധി പ്രാപിക്കേണ്ടതിന് പകരം കർത്താവിനെ ദുഷിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം 5-ാമൻ തൻ്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം കൂരിരുട്ടിലാണ്ടു. മനുഷ്യൻ കഠിന വേദന കൊണ്ട് നാവ് കടിച്ചു. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്വനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് അനുതപിച്ചില്ല. അനുതാപം എന്ന ഒരു സംഭവത്തെക്കുറിച്ച് മനുഷ്യന് യാതൊരു ബോധ്യവുമില്ലാത്ത വിധം ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്ത തിന്മകളെ ഓർത്തൊന്ന് അനുതപിക്കാൻ, അത് തിന്മയാണ് ചെയ്യുന്നുള്ള ബോധ്യത്തിലേക്ക് വരാൻ പോലും മനുഷ്യൻ മെനക്കെടാതെ സർവശക്തനായ ദൈവത്തെ ദുഷിക്കുന്ന ദുഷിപ്പ് ലോകത്ത് എത്രമാത്രം നിറയുമോ അതതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് 2031, 32, 33 കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും ദൈവത്തെ ദുഷിക്കുന്നത് കേൾക്കേണ്ടി വരും. അതിനകത്ത് ഇന്നല്ല നാളെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ പങ്കാളികളാകേണ്ടി വരും. അതിനാൽ പ്രിയ സഹോദരൻ, വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട കാലഘട്ടമാണ് 2027 മുതലുള്ള കാലഘട്ടം. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വാർത്താ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുർബാന തർക്കം എന്ന് പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നമ്മുടെ ഏറ്റവും പരിപാവനമായി കാണുന്ന സ്ഥലങ്ങളിൽ പോലും, അല്ലെങ്കിൽ ഏറ്റവും മഹത്വത്തിൻ്റെ നിറകുടമായ ആ പ്രാർത്ഥന സംവിധാനങ്ങളിൽ പോലും വൈകല്യങ്ങൾ കടന്നുകൂടുകയും അതിൽ അസ്വസ്ഥത നിറയുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്നലെ നാളെ അത് നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ പിന്നെ മനുഷ്യൻ ആശ്വാസം തേടി, വിശുദ്ധി തേടി, ദൈവസ്നേഹം തേടി, ദൈവ ആരാധന തേടി എങ്ങോട്ട് പോകും? അല്ലെങ്കിൽ എവിടെ നിന്ന് മനുഷ്യൻ ദൈവസ്നേഹവും സമാധാനവും ഹൃദയത്തിൽ ലഭിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ 6-ാമത്തെ വെളിപാടിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ മുദ്ര പൊട്ടുമ്പോൾ, അല്ലെങ്കിൽ 4-ാമത്തെ ക്രോധത്തിൻ്റെ പാത്രം സൂര്യൻ്റെ മേൽ ഒഴിക്കുമ്പോൾ ഭൂമിയിലുണ്ടാകുന്ന ചൂട്, ആ ചൂട് നിമിത്തം എന്ത് സംഭവിക്കും? ഭൂമിയിലെ ജലാംശം നഷ്ടപ്പെടും. കുടിക്കുവാൻ വെള്ളമില്ലാത്ത അവസ്ഥ വരും. കുടിക്കുവാനും അലക്കുവാനും വെള്ളമില്ലാത്ത അവസ്ഥ വരും. അത്യുഷ്ണത്താൽ മനുഷ്യൻ എന്ത് മരിക്കുമ്പോൾ, ചൂടിൻ്റെ ആധിക്യം മൂലം മനുഷ്യൻ മരിക്കുമ്പോൾ ഭൂമിയിലെ ജലാംശം എവിടെ പോകും, എന്തു സംഭവിക്കും എന്നുള്ളത് നമ്മൾ അറിയണം, പഠിക്കണം. അതുകൊണ്ടാണ് 5-ാമൻ തൻ്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിൽ ഒഴിച്ചതായിട്ട് പിന്നെ പറയുന്നത്, വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്വനായ ദൈവത്തെ ദുഷിച്ചെന്ന് പറയുന്നത്. അപ്പോൾ കഠിന വേദനയും ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങളുടെ ആധിക്യവും നിമിത്തം ദൈവത്തെ അവർ ദുഷിക്കുകയും ചെയ്യുന്നത്, അല്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരുടെ ശരീരത്തിൽ പിന്നെ അവർക്കൊരു ആത്മീയ സന്തോഷമോ ഭൗതിക സന്തോഷമോ ഇല്ലാത്തൊരു പശ്ചാത്തലം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തൊരു ഭയാനകതയാണ്, എന്തൊരു വേദന ഇതാണ്. എന്നാൽ ഈ പശ്ചാത്തലത്തെ, ഈ സംഭവങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോഴൊന്ന് മാനസാന്തരപ്പെടുക, ഇപ്പോഴൊന്ന് അനുദപിക്കുക, ഇപ്പോൾ പശ്ചാത്താപത്തിലേക്ക് വരിക, ഇപ്പോൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് നിത്യജീവൻ്റെ നീർച്ചാലായ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ തിരുവചനത്തിലേക്ക് വന്ന് കർത്താവായ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു, വിളിക്കുന്നു. അതിനുള്ള ധ്യാനങ്ങൾ, ക്ലാസ്സുകളിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ആർക്കും അതിന് താല്പര്യമില്ലാതെ വരുന്ന ഈ പശ്ചാത്തലം എത്രയോ വേദനാജനകമാണ്. നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിക്കാൻ ഇനി മറ്റാരും വന്ന് രക്ഷിക്കുമെന്ന് വിചാരിക്കരുത്.
ഇതിനപ്പുറത്തേക്ക് ഒരു ദൈവവചനം തന്ന്, ഇതിനപ്പുറത്തേക്ക് ഒരു ഒരുക്കം തന്ന്, ഇതിനപ്പുറത്തേക്ക് നമ്മളെ നയിക്കും, ഒരു നന്മയുടെ തീരത്തേക്ക് നമ്മളെ നയിക്കും, ഒരു സ്വർഗീയ മഹത്വത്തിൽ നമ്മളെ നയിക്കാൻ ഒരു പഠനം, മറ്റൊരു ആരാധന, മറ്റൊരു പ്രാർത്ഥന നമ്മുടെ മുമ്പിലേക്ക് വരും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇനി ഭൂമിയിൽ വരികയില്ല. നമുക്ക് കിട്ടിയ വെളിച്ചവും കിട്ടിയ ജ്ഞാനവും സമ്പത്തായി കരുതിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് വയ്ക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനായി നമ്മെ ഓരോരുത്തരെയും സർവ്വശക്തനായ ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം പ്രിയപ്പെട്ടവരെ ഇന്നലെ നാളെ നമ്മുടെ മുമ്പിൽ നിന്ന് ഈ വചനപ്രഘോഷണങ്ങൾക്ക് നിന്നുപോകും. ഇതിനൊക്കെ വിലക്ക് വരികയും ഇതിനൊന്നും സാധ്യതയും പശ്ചാത്തലം ഇല്ലാത്ത അവസ്ഥ വരികയും ഈ സുവിശേഷ പ്രഘോഷങ്ങളും സനാതന സുവിശേഷവും യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രഘോഷിക്കപ്പെടുന്നവരൊക്കെ വലിയ പീഡകളിൽ കൂടെ വേദനകളെയും കടന്നു പോകേണ്ട സാഹചര്യം വരുമ്പോൾ, ഇതൊക്കെ നിന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കാതുകളിൽ ഹൃദയത്തിൽ യേശുവിൻ്റെ വചനം കിട്ടാതെ വരുമ്പോൾ, എത്താതെ വരുമ്പോൾ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും ഹൃദയ സമാധാനം നഷ്ടപ്പെടുകയും കുടുംബ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ എത്രയോ വലിയ ക്ലേശങ്ങളും ഖേദകരമായ സംഭവങ്ങളുമായിരിക്കും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ട് വരാൻ പോകുന്നത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ നിമിഷം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുത്വത്താൽ കഴുകപ്പെടുവാൻ, ഇപ്പോൾ കിട്ടിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നന്നായി കുമ്പസാരിക്കുവാൻ, ഇപ്പോൾ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് പരിശുദ്ധ കുർബാനയിലും തിരുവചന ശുശ്രൂഷകളിലും ധ്യാനങ്ങളിലും ആഴപ്പെടുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനായി നിങ്ങളുടെ സമയത്തെ പ്രത്യേകം കണ്ടെത്തണം. നിങ്ങളുടെ ജോലിയൊക്കെ ലീവ് എടുത്തുകൊണ്ട് ജോലി ധ്യാനം കൂടുന്നതിന് വേണ്ടി മാത്രം ലീവ് എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ ധ്യാനത്തിൽ സംബന്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മളൊരു ഒരുക്കം ഹൃദയത്തിൽ രൂപപ്പെടണം. അതനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ, കുടുംബജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ, വലിയ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും കടന്നു പോകാൻ, ആത്മീയ നന്മ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ എന്തെങ്കിലും കുറച്ച് കാര്യം ചെയ്തിട്ട്, കുറച്ച് കാര്യം കർത്താവായ യേശുവിന് വേണ്ടി ചെയ്യുവാൻ, ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുകയോ ഒരു ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ സമ്പത്തിനൊരു ഭാഗം മാറ്റിവെക്കുകയോ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്ന ലഘുലേഖകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയോ, അങ്ങനെ കർത്താവായ യേശുവിൻ്റെ വരന് വേണ്ടി നമ്മളാൽ കഴിയുന്ന ചെറിയ കാര്യമാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിന് മുമ്പിൽ തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വത്തെ കാണിച്ചു കൊടുത്ത് യേശുവിൻ്റെ വരവിൽ നാം വീണു പോകാതെ, യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നാം പതറിപ്പോകാതെ, ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള ആ വലിയ പീഡനങ്ങളിൽ, വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ നാം പതറിപ്പോകാതെ, നശിച്ചു പോകാതെ പിടിച്ചു വയ്ക്കാൻ തക്കവിധം യേശു ക്രിസ്തുവിൻ്റെ ആ ദൈവവചനത്തോടുള്ള തീഷ്ണതയും ജ്വലനവും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന് പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കി വെച്ച സംവിധാനങ്ങളാണ് എളിദാസൻ്റെ ധ്യാന ക്ലാസ്സുകൾ. മാർച്ച് മാസത്തിൽ വീണ്ടും 2 പ്രാവശ്യം ധ്യാനം നടക്കും. ഇപ്പോൾ അവിടുത്തെ സംവിധാനം കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാകാത്തതുകൊണ്ടൊക്കെയുള്ള ചെറിയ താമസമാണുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മാർച്ച് മാസം മുതൽ ഓരോ മാസത്തിൻ്റെയും ആരംഭത്തിലും അവസാനത്തിലും എളിദാസൻ്റെ ക്ലാസ്സുകൾ 2 പ്രാവശ്യം വെച്ച് ക്രമീകരിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. കാരണം ആളുകൾക്ക് കൂടുതൽ സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മാർച്ച് മാസം കുട്ടികളുടെ SLC പരീക്ഷകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് വന്ന് ധ്യാനം കൂടി, ക്ലാസ് കൂടി, യേശുവിനെ കുറിച്ച് കൂടുതൽ പഠിച്ച്, യേശുവിൻ്റെ വരനെക്കുറിച്ച് പഠിച്ച് തീഷ്ണതയും ജ്വലനമുള്ളവരായി കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട ജീവിതത്തെ ആർജിച്ചെടുക്കുവാൻ, കർത്താവായ യേശുവിന് വരന് വേണ്ടിയുള്ള ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്സാഹിക്കാം. അതിനായി നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി യേശുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.